ഇന്ന് ഏറ്റവും കൂടുതൽ അന്യം നിന്ന് പോകുന്ന ഒരു പുണ്യമാണ് സന്ധ്യാനാമജപം എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി സന്ധ്യയ്ക്ക് നാമം ജപിക്കാറുണ്ടായിരുന്നു. നമ്മളിൽ പലരും ഇതൊക്കെയാണ് കണ്ടു വളർന്നിരുന്നത്. പക്ഷേ ഇന്നോ സന്ധ്യ ആകുമ്പോൾ പല പല ജോലി തിരക്കുകളാട്ടെ, സീരിയലുകളാട്ടെ, അങ്ങനെ ഓരോ തിരക്കുകളിലേക്ക് മനുഷ്യൻ മാറുന്നു. പക്ഷേ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭഗവാനിലോട്ട് അടുക്കുവാൻ ഏറ്റവും നമുക്ക് ആദ്യം വേണ്ടത് നാമം ജപിക്കുക എന്നതാണ്. നാമം ജപിക്കുന്ന ഓരോ മനുഷ്യരുടെ ഹൃദയത്തിലും മനസ്സിലും ഭഗവാൻ കുടികൊള്ളുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ അന്യം നിന്ന് പോകുന്ന സന്ധ്യാനാമജപം ഒരിക്കലും അത് അന്യം നിൽക്കുന്ന ഒരു പുണ്യമാകരുത്. ജപിക്കാൻ പറ്റുന്നത് അത്രയും നാമം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ജപിക്കുക. അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും.